ഈശോ കരുണയോടെ ആ കുഷ്ഠരോഗിയെ നോക്കിയിട്ട് കൈനീട്ടി കുഷ്ഠരോഗിയെ സ്പർശിച്ചിട്ട് പറഞ്ഞു, എനിക്ക് മനസ്സുണ്ട്, നിനക്ക് ശുദ്ധി വരട്ടെ. പ്രൈസ് ദ ലോർഡ്. ഈശോയുടെ മലയിലെ പ്രസംഗ 5, 6, 7 മത്തായിയുടെ സുവിശേഷത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവമാണ്. 5, 6, 7 കഴിഞ്ഞു. അതിലൊന്നും ഒരു അത്ഭുതങ്ങളില്ല. എല്ലാം ഈശോ പഠിപ്പിക്കുകയാണ്. സുവിശേഷം, ദൈവരാജ്യത്തിൻ്റെ രഹസ്യങ്ങൾ പഠിപ്പിക്കുകയാണ്. അതിനുശേഷം അവൻ മലമുകളിൽ നിന്നും താഴോട്ടിറങ്ങി വരുമ്പോൾ, മലമുകളിൽ നിന്ന് താഴോട്ടിറങ്ങി വരുമ്പോഴാണ് ഈ സംഭവം നടക്കുന്നത് 8-ാം അധ്യായത്തിൽ. അപ്പം ഇതിൽ നിന്ന് അനുമാനിക്കേണ്ടത്, ഈ കുഷ്ഠരോഗി മലമുകളിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ് ആ സമയം. കുഷ്ഠരോഗികൾ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് അല്പം മനസ്സിലാക്കണം. കുഷ്ഠരോഗങ്ങൾ ഉണ്ടായാൽ അതറിഞ്ഞാൽ ഉടനെ തന്നെ ആ വ്യക്തിയെ ഭവനത്തിൽ നിന്നും പുറത്താക്കണം, സമൂഹത്തിൽ നിന്നും പുറത്താക്കണം, ദേവാലയത്തിൽ നിന്നും പുറത്താക്കണം. ഇതാണ് അന്നത്തെ പ്രധാന നിയമം. അതിൻ്റെ പ്രധാന കാര്യം, കുഷ്ഠരോഗി എവിടെ ആയാലും അത് പടരും. അത് പടർന്നാൽ അത് വലിയ ദൂഷ്യമുണ്ടാക്കുമെന്ന് നമുക്കെല്ലാം അറിയാം. കുഷ്ഠരോഗത്തിന് യാതൊരു മരുന്നുമില്ല. അപ്പോൾ ഒരിക്കലും മാറാത്ത ഒരു രോഗമാണ് അന്ന് കുഷ്ഠരോഗം. വാസ്തവത്തിൽ അത് മനുഷ്യനെ കാർന്ന് തിന്നുന്ന പാപത്തിൻ്റെ ഒരടയാളമാണത്. മനുഷ്യനെ ചില പാപം, ഇപ്പം മദ്യപാനികളെ നമുക്കറിയാം, എന്തോരം ധ്യാനം കൂടി, എന്തോരം സ്ഥലത്ത് വൈദ്യന്മാരുടെ അടുത്ത് അല്ലെങ്കിൽ മരുന്നുകൾ കഴിച്ചിട്ടും ചില മദ്യപാനികളിൽ നിന്നും അത് വിട്ടു പോകുന്നില്ല. അതുപോലെ മനുഷ്യനെ കാർന്ന് തിന്നുന്ന ചില വാസനകൾ, ചില ജഡി ആസക്തികളുണ്ട്. അത് കുഷ്ഠരോഗം പോലെ തന്നെയാണ്. മനുഷ്യനോ മരുന്നുകൊണ്ടോ മാറ്റാൻ പറ്റില്ല, ദൈവത്തിന് മാത്രമേ മാറ്റാൻ പറ്റുകയുള്ളൂ. ദൈവം എങ്ങനെയാണത് മാറ്റുന്നത്? ദൈവം അവനെ പുതിയ സൃഷ്ടിയാക്കുകയാണ് ചെയ്യുന്നത്. വാസ്തവത്തിൽ ക്രിസ്തീയ ആധ്യാത്മികത എന്ന് പറഞ്ഞാൽ, ഈശോ വന്നിരിക്കുന്നത് നമ്മളെ പുതിയ സൃഷ്ടിയാക്കാൻ വേണ്ടിയാണ്. അതാണ് തീത്തോസിന് എഴുതിയ ലേഖനത്തിൽ 3-ാം അധ്യായത്തിൽ പൗലോസ് ശ്ലീഹ പറയുന്നു, എന്നാൽ നമ്മുടെ രക്ഷകനായ ദൈവത്തിൻ്റെ നന്മയും സ്നേഹം നിറഞ്ഞ കരുണയും വെളിപ്പെട്ടപ്പോൾ അവിടുന്ന് നമുക്ക് രക്ഷ നൽകി. അത് നമ്മുടെ നീതിയുടെ പ്രവൃത്തികൾ കൊണ്ടല്ല, പിന്നെയോ അവിടുത്തെ കാരുണ്യം മൂലം. പ്രധാന ഒരു കാരണം, അവിടുത്തെ കാരുണ്യം മൂലം പരിശുദ്ധാത്മാവിൽ അവിടുന്ന് നിർവഹിച്ച പുനരുജ്ജീവനത്തിൻ്റെയും നവീകരണത്തിൻ്റെയും സ്നാനത്താൽ അത്രേ. അപ്പോൾ പരിശുദ്ധാത്മാവിൽ നമ്മൾ ഓരോരുത്തർക്കും ലഭിച്ച ജ്ഞാനസ്നാനം സ്നാപയോഹന്നാൻ നൽകിയ ജ്ഞാനസ്നാനമല്ല. സ്നാപയോഹന്നാൻ നൽകിയ സ്നാനം പാപബോധമുണ്ടാകുന്നതിനും പശ്ചാത്താപമുണ്ടാകുന്നതിനെ കുറിച്ചാണ്. സ്നാപയോഹന്നാൻ ആരുടെയും പാപം ഏറ്റെടുത്തില്ല. പാപം ഏറ്റെടുക്കപ്പെടുന്നതും പാപത്തിന് പരിഹാരം ചെയ്യപ്പെടുന്നതുമായ സ്നാനം യേശുവിൻ്റെ സ്നാനമാണ്. യേശു പറഞ്ഞു, എനിക്ക് മറ്റൊരു സ്നാനം സ്വീകരിക്കാനുണ്ട്, അത് രക്തത്തിൻ്റെ സ്നാനമാണ്. യേശുവിൻ്റെ കുരിശിലെ ബലിയാണ് ആ സ്നാനം. അങ്ങനെ യേശു തൻ്റെ കുരിശിലെ ബലിയിലൂടെ നമുക്ക് വേണ്ടി പരിഹാരം ചെയ്യുകയും ആ പരിഹാരം ചെയ്ത് കഴിഞ്ഞതിൻ്റെ കൃപാവരത്തിലൂടെ നമുക്ക് കിട്ടുന്ന ജ്ഞാനസ്നാനം പുനരുജ്ജീവനത്തിൻ്റെയും നവീകരണത്തിൻ്റെയും സ്നാനമാണ്. അതിൻ്റെ ഒരു മുന്നോടിയായിട്ടാണ് നമ്മൾ ഈ സംഭവത്തെ കാണേണ്ടത്. കുഷ്ഠരോഗികളെയും ആരും തൊടാൻ പാടില്ല, കുഷ്ഠരോഗി അടുത്ത് വരാനും പാടില്ലാത്ത നിയമം ഉണ്ടായിരിക്കെ ഈ കുഷ്ഠരോഗി ഒരുപക്ഷെ യേശുവിൻ്റെ ശബ്ദം കേട്ടു. യേശു മലമുകളിൽ പ്രസംഗിക്കുകയാണ്, ഭാഗ്യവാന്മാർ, ദൈവരാജ്യം നിങ്ങളുടേതാണ്. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും കഷ്ടപ്പെടുന്നവരും മനസ്സ് തളർന്നവരും എൻ്റെ അടുത്ത് വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ഇത് കേട്ട കുഷ്ഠരോഗി, അപ്പോൾ ആ മലയുടെ കീഴ്വാരത്തിൽ കുഷ്ഠരോഗികളുടെ ക്യാമ്പ് ഉണ്ടായിരുന്നിരിക്കാം. കുഷ്ഠരോഗികളെല്ലാം സമൂഹത്തിൽ നിന്നും മാറ്റി ഒരു ക്യാമ്പിൽ പാർപ്പിക്കും. ആ കുഷ്ഠരോഗി അവിടെ നിന്ന് ഇത് കേട്ടു,
ഇതാരുടെ ശബ്ദമാണിത്? ഇത് കേൾക്കുമ്പോൾ എനിക്ക് ആശ്വാസം വരുന്നുണ്ടല്ലോ, ആശ്വാസം വരുന്നുണ്ടല്ലോ. അതാ വീണ്ടും വരുന്നു, വിശ്വസിക്കുക. നിങ്ങൾ വിശ്വസിക്കുമെങ്കിൽ അസാധ്യമായിട്ടൊന്നുമില്ല. കുഷ്ഠരോഗി പറഞ്ഞു കാണും, ഞാൻ വിശ്വസിക്കുന്നു. ആരാണങ്ങ്? കുഷ്ഠരോഗിക്ക് മനസ്സിലായി ഇത് യേശുവാണ്. കുഷ്ഠരോഗി ആ ക്യാമ്പിൽ നിന്നും ഇറങ്ങി നടക്കാൻ തുടങ്ങി. ഞാൻ അവൻ്റെ അടുത്തേക്ക് പോകും. ഇതാ വീണ്ടും ശബ്ദം, വരുവിൻ, എൻ്റെ അടുത്ത് വരുവിൻ, എന്നിൽ നിന്ന് പഠിക്കുവിൻ, ഞാൻ നിങ്ങൾക്ക് ആശ്വാസം പകരാം. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായ നിങ്ങൾ എൻ്റെ അടുത്ത് വരുവിൻ. കുഷ്ഠരോഗി അവിടുന്ന് എഴുന്നേറ്റു, പറഞ്ഞു, ഞാൻ പോകും, ഞാൻ അവൻ്റെ അടുത്തേക്ക് പോകും. അപ്പൊ അവൻ്റെ കൂടെയുള്ളവർ പോലത്തെ, നിന്നെ അവരെല്ലാവരും തല്ലിക്കൊല്ലും, കുഷ്ഠരോഗിയാണ് നീ പുറത്തിറങ്ങാൻ പാടില്ല എന്നല്ലേ ദൈവം, നീ പോകാണെങ്കിൽ നിന്നെ കൊല്ലും അവർ. കൊല്ലട്ടെ, കൊല്ലട്ടെ, എന്നാൽ അതിലും ഇങ്ങനെ ജീവിക്കണേലും എന്നെ കൊല്ലട്ടെ, എന്നാലും ഞാൻ പോകും, ഞാൻ അവൻ്റെ അടുത്തേക്ക് പോകും. അങ്ങനെ കുഷ്ഠരോഗി എല്ലാവരുടെ പ്രതികരണങ്ങളെ ഉപേക്ഷിച്ചുകൊണ്ട് നടന്നു നീങ്ങുകയാണ്. ആ ശബ്ദം, യേശുവിൻ്റെ ശബ്ദം, കരുണാനിധിയായ യേശുവിൻ്റെ ശബ്ദം, യേശുവിൻ്റെ ഹൃദയവുമായിട്ട് അവനെ ഒന്നാക്കുന്നു. അവന് പൂർണ്ണ വിശ്വാസമാണ്, ഇതാണ് എൻ്റെ ജീവിതത്തിന് ഒരേ ഒരു ഉത്തരം. ഇങ്ങനെ ജീവിക്കുന്നത് ഇവിടുത്തെ തന്നെ നരകമാണ്. എന്നാൽ ഈ നരകാവസ്ഥയിൽ നിന്നും സ്വർഗാവസ്ഥയിലേക്ക് കൊണ്ടുവരുന്ന ക്രിസ്തുവിൻ്റെ ശബ്ദം എന്നെ മാടി വിളിക്കുന്നു. ഇതാ കുഷ്ഠരോഗി അവിടെ നിന്ന് നടക്കാൻ തുടങ്ങി. അങ്ങനെ 8-ാം അധ്യായത്തിൽ മത്തായിയിൽ അവൻ മലമുകളിൽ നിന്ന് താഴോട്ട് വരുമ്പോൾ ഒരു കുഷ്ഠരോഗി വരുന്നു. ആ കുഷ്ഠരോഗി അവൻ്റെ അടുത്തെത്തുന്നു. മറ്റുള്ളവരെല്ലാം മാറി നടന്നേ, കുഷ്ഠരോഗിയാണ്, അവരെ തുടരുത്, അങ്ങോട്ട് മാറിപ്പോ, മാറിപ്പോ എന്ന് അവിടെ ഒച്ചയും ബഹളം ഉണ്ടാക്കുന്നു. പക്ഷേ ഇവൻ ധൈര്യം വിട്ട് മുന്നോട്ട് വരുന്നു. കുഷ്ഠരോഗി മുന്നോട്ട് വരുന്നു. ഈശോ ഇതാ അവൻ്റെ അടുത്തേക്ക് ചെല്ലുന്നു. കുഷ്ഠരോഗി ഈശോയോട് പറയാണ്, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ സൗഖ്യമാക്കാൻ കഴിയും. നിനക്ക് മനസ്സുണ്ടെങ്കിൽ, കുഷ്ഠരോഗിക്ക് പൂർണ്ണ വിശ്വാസമാണ്, ഞാൻ ഈ കാണുന്നത് ഇത് നസ്രത്തിലെ ആചാര്യയുടെ മകൻ യേശുവാണെങ്കിലും ഇവൻ ദൈവം തന്നെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം കുഷ്ഠം ഒരു തരത്തിലും മാറില്ല, ഒരു മരുന്നിലും മാറില്ല, ഒരു ശക്തിയിലും മാറില്ല. കുഷ്ഠം ഒരു തരത്തിലും മാറാത്ത രോഗമാണ്, ഒരു മരുന്നിലും മാറില്ല, ഒരു ശുശ്രൂഷയിലും മാറില്ല. എന്നാൽ അവൻ്റെ ഉള്ളിൽ എന്തോ ഒരു വിശ്വാസം, ഒരു വലിയ വിശ്വാസം തുടിക്കുകയാണ്. നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധി വരുത്താൻ പറ്റും. ആ വിശ്വാസത്തിൻ്റെ ശബ്ദം യേശുവിൻ്റെ ഹൃദയത്തെ തൊട്ടു. യേശു എല്ലാ നിയമത്തെയും ലംഘിച്ചുകൊണ്ട്, യേശു ദൈവമാണ്, യേശു നിയമത്തിനപ്പുറത്താണ്, യേശു കരുണയാണ്. ആ കരുണയുടെ മുഖം നമുക്ക് കാണാം. യേശു കുഷ്ഠരോഗിയെ സ്പർശിച്ചുകൊണ്ട് പറഞ്ഞു, നിനക്ക് ശുദ്ധി വരട്ടെ, എനിക്ക് മനസ്സുണ്ട്. സ്നേഹമുള്ളവരെ, ഇതാ ബൈബിളിൽ എഴുതിയിരിക്കുന്നത്, സുവിശേഷത്തിൽ എഴുതിയിരിക്കുന്നത് ഇതാണ്. തൽക്ഷണം അവൻ്റെ കുഷ്ഠം മാറി. തൽക്ഷണം, ദ വെരി മൊമെന്റ്, ആ നിമിഷത്തിൽ അവൻ സൗഖ്യമായി എന്നാ പറയുന്നത്. ആ നിമിഷത്തിൽ അവൻ്റെ മുഖവും ശരീരത്തെല്ലാം ചീഞ്ഞളിഞ്ഞ വ്രണം മാറി. പെട്ടെന്ന് അതെല്ലാം രൂപാന്തരപ്പെട്ടു. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ എന്തു പറയാം, അവൻ നവീകരിക്കപ്പെടുകയും പുനർജീവിക്കപ്പെടുകയും ചെയ്ത ഒരു പുതിയ സൃഷ്ടിയായി മാറി. സ്നേഹമുള്ളവരെ, ഇതാണ് ദൈവരാജ്യം. ഇതാണ് നമ്മൾ ഓരോരുത്തർക്കും ഈശോ തരുന്നത്. ഈശോ വന്നിരിക്കുന്നത് വെറും പാപമെടുത്തു മാറ്റാൻ വേണ്ടി മാത്രമല്ല, മനുഷ്യവംശത്തെ എന്ന് മാത്രമല്ല, സകല മനുഷ്യരെയും എന്ന് മാത്രമല്ല, ഈ സൃഷ്ടി പ്രപഞ്ചത്തെ മുഴുവനും ഒരു പുത്തൻ സൃഷ്ടിയാക്കാൻ വേണ്ടിയാണ്, ഒരു പുതിയ സൃഷ്ടിയാക്കാൻ വേണ്ടിയാണ്. ഈ സൃഷ്ടി പ്രപഞ്ചം മുഴുവനും ആത്മാവിനാൽ സൃഷ്ടിക്കപ്പെട്ടതാണ്.
അതാണ് സങ്കീർത്തനത്തിൽ പറയുന്നത്. ആത്മാവാണ്. ആത്മാവ് ജീവശ്വാസം നൽകി സൃഷ്ടിച്ചുവെങ്കിൽ അതേ ആത്മാവ് തന്നെ ഭൂമുഖം പുതിയതാക്കും. ഭൂമുഖം പുതിയതാക്കുന്ന ആത്മാവ്, ഇതാ ആ ഭൂമുഖം പുതിയതാക്കുന്ന ആത്മാവിൻ്റെ പ്രവർത്തനമാണ് ഈശോയിലൂടെ നടക്കുന്നത്. കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്, എന്നെ അയച്ചിരിക്കുന്നു ബന്ധിതർക്ക് മോചനം നൽകാനും, രോഗികളെ സൗഖ്യപ്പെടുത്താനും, കുഷ്ഠരോഗികളെ സൗഖ്യപ്പെടുത്താനും, മരിച്ചവരെ ഉയർപ്പിക്കാനും. സ്നേഹമുള്ളവരെ, വിശ്വസിക്കുക. ഇത് നമ്മുടെ ജീവിതത്തിൽ ഒരു അനുഭവമാക്കണം. നമ്മുടെ ജീവിതത്തിൽ മാറാ രോഗങ്ങളുണ്ടെങ്കിൽ, മാറാ വ്യാധികളുണ്ടെങ്കിൽ, അതൊരുപക്ഷെ പാപത്തിൻ്റെ മാറാവ്യാധിയായിരിക്കാം. നമ്മുടെ കുടുംബത്തിൽ ബാല്യകാലം മുതലുള്ള ജഡികാസക്തികളുണ്ടെങ്കിൽ, ഇതാ ഇപ്പോൾ നമുക്ക് ഒറ്റ വാക്കിൽ വിശ്വസിക്കാം, കർത്താവേ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ നിനക്കെന്നെ ശുദ്ധി വരുത്താൻ കഴിയും. വരുവിൻ, നമുക്ക് ഈ ദിവ്യകാരുണ്യ ആരാധനയിൽ ആ യേശുവുമായിട്ട് കണ്ടുമുട്ടാം. ആ യേശു അന്ന് ഫലസ്തീനിയായിൽ കുഷ്ഠരോഗിയെ തൊട്ട് സുഖപ്പെടുത്തിയ യേശുവുമായിട്ട് നമ്മളിപ്പോൾ ഏറ്റുമുട്ടാൻ പോകുകയാണ്. ആ യേശു കരുണയോടെ നമ്മളെ നോക്കുന്നു. ആ യേശു കരുണ നമ്മളിലേക്ക് പ്രവഹിപ്പിച്ചുകൊണ്ട് ആ യേശുവിൻ്റെ വാത്സല്യം നമ്മളിലേക്ക് ഒഴുക്കുന്നു. ആ യേശു നമ്മോട് പറയുന്നു, എനിക്ക് മനസ്സുണ്ട്, ഞാൻ നിനക്ക് ശുദ്ധി തരും. വരുവിൻ, നമുക്ക് ആരാധിക്കാം. പ്രാർത്ഥന പനിനീർ പൂവാകുമ്പോൾ പ്രതീക്ഷ പകരും സൗരഭ്യം. പ്രകാശമരുളും ദൈവം നമ്മോട് കൂടെ, പ്രശാന്തി നിറയും ഹൃദയത്തിൽ ദൈവം നമ്മോട് കൂടെ. നമ്മോടൊപ്പം ദൈവം ജീവിത നിർവൃത്തി നൽകും നിമിഷങ്ങൾ. നന്മയിലേക്കു കുതിക്കും നമ്മൾ, തിന്മ മരിക്കും കൺമുൻപിൽ. ദൈവം നമ്മോട് കൂടെ. കാലം മാറും, ലോകം മാറും, കാരുണ്യം കൃപ പകരുമ്പോൾ മാധ്യസ്ഥ്യത്തിൻ സമയം ദൈവം മാനസതാരിൽ വാണിടും. ദൈവം നമ്മോട് കൂടെ, ദൈവം നമ്മോട് കൂടെ, ദൈവം നമ്മോട് കൂടെ. മിശിഹാ കർത്താവേ, മാനവരക്ഷകനേ, നരനു വിമോചനമേകിടുവാൻ നരനായി വന്നു പിറന്നവനേ. മിശിഹാ കർത്താവേ, മാലാഖമാരുത്തു ഞങ്ങൾ പാടിപ്പുകഴ്ത്തുന്നു നിന്നെ. മാലാഖമാരുത്തു ഞങ്ങൾ പാടിപ്പുകഴ്ത്തുന്നു നിന്നെ. പരിശുദ്ധൻ പരിശുദ്ധൻ കർത്താവേ, നീ പരിശുദ്ധൻ. പരിശുദ്ധൻ പരിശുദ്ധൻ കർത്താവേ, നീ പരിശുദ്ധൻ. മിശിഹാ കർത്താവേ. അഖില ലോകനായക വാഴ്ത്തിടുന്നു ഞങ്ങൾ. ഈശോനാഥ പുകഴ്ത്തിടുന്നു ഞങ്ങൾ. നീയല്ലോ ശരീരങ്ങൾ
ഈശോനാഥ പുകഴ്ത്തിടുന്നു ഞങ്ങൾ. എനിക്ക് മനസ്സുണ്ട്, നിനക്ക് ശുദ്ധി വരട്ടെ. ചരിത്രത്തിൽ ആർക്കും മാറ്റാൻ പറ്റാത്ത, ആർക്കും സൗഖ്യമാക്കാൻ പറ്റാത്ത, ഒരു വൈദ്യശാസ്ത്രത്തിനും സൗഖ്യമാക്കാൻ പറ്റാത്ത രോഗമാണ് കുഷ്ഠരോഗം. ഒരു വ്യക്തിയുടെ ജീവിതത്തെ സമൂലം നരകതുല്യമാക്കുന്ന അവസ്ഥയിൽ, എന്നാൽ ഇതാ ഈശോയുടെ ശബ്ദം കേട്ട് ആ കുഷ്ഠരോഗി ഈശോയുടെ അടുത്തേക്ക് വരുന്നു. നമ്മുടെ ജീവിതത്തിലും ഇതുപോലെയുള്ള അവസ്ഥയുണ്ടെങ്കിലും ഈശോയുടെ അടുത്തേക്ക് വരിക. ഈശോയുടെ ശബ്ദം കേട്ടു, എൻ്റെ അടുത്ത് വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ഇന്നും ഈശോ അത് തന്നെയാണ് നമ്മോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എൻ്റെ അടുത്ത് വരുവിൻ, ഞാനുമായി ഒന്നാകുവിൻ. എന്നെ പിതാവ് നിങ്ങൾക്ക് വേണ്ടി അയച്ചു തന്നിരിക്കുന്ന രക്ഷകനും നാഥനും വിമോചകനും നീതിമാനുമാണ്. നിങ്ങളുടെ പാപം കടും ചുവപ്പാണെങ്കിലും ഞാൻ അവയെല്ലാം വെള്ള പോലെയാക്കും. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പരിഹാരം ചെയ്ത് പാപമോചകനും പാപമോചകവും ആണ് ഞാൻ. പാപപരിഹാരവും പാപപരിഹാരകനുമാണ് ഞാൻ. ഞാൻ നിങ്ങളെ നീതീകരിക്കും. ഞാനാകുന്നു ദൈവനീതി. എൻ്റെ നീതിമാൻ കുലുങ്ങാൻ ഞാൻ അനുവദിക്കുകയില്ല. ആ ബോധ്യത്തോടെ ആ കുഷ്ഠരോഗിയെ പോലെ കർത്താവിൽ വിശ്വസിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് ആരാധിച്ചുകൊണ്ട് ഈശോയെ ആരാധിച്ച് പാടാം. ദൈവപുത്രാംഗിക്കാരാധന, യേശുനാഥാംഗിക്കാരാധന, ദൈവപുത്രാംഗിക്കാരാധന. ദൈവം തന്നെയാകുന്നു, അങ്ങ് ദൈവം തന്നെയാകുന്നു. ഇന്നു വന്നിടുവാൻ കൃപ നൽകിയതാം അങ്ങേക്കാരാധന. തിരുസന്നിധിയിൽ ഇന്നു വന്നിടുവാൻ കൃപ നൽകിയതാം അങ്ങേക്കാരാധന. ഹോസാന ഹല്ലേലൂയ, ഹോസാന ഹല്ലേലൂയ, ഹോസാന ഹല്ലേലൂയ. ഈശോയെ ഞങ്ങളങ്ങ് ആരാധിക്കുന്നു, ഈശോയെ ഞങ്ങളങ്ങ് സ്തുതിക്കുന്നു, ഈശോയെ ഞങ്ങളങ്ങ് മഹത്വപ്പെടുത്തുന്നു. ദാ ഈശോയുടെ അത്ഭുതകരമായ ശക്തി പ്രവഹിക്കുന്നു. കുഷ്ഠരോഗിയെ തൊട്ടുകൊണ്ട് ഈശോ പറഞ്ഞു, എനിക്ക് മനസ്സുണ്ട്, നിനക്ക് ശുദ്ധി വരട്ടെ. കുഷ്ഠരോഗിയെ തൊട്ടുകൊണ്ട് ഈശോ പറഞ്ഞു, എനിക്ക് മനസ്സുണ്ട്, നിനക്ക് ശുദ്ധി വരട്ടെ എന്നരുളി ചെയ്ത ഈശോ തന്നെയാണ് ഇപ്പോൾ നമ്മോടൊപ്പം ഇവിടെ ഉള്ളത്. ആ ഈശോ നമ്മളെല്ലാവരോടുമായിട്ട് പറയുന്നു, എനിക്ക് മനസ്സുണ്ട്, നിനക്ക് ശുദ്ധി വരട്ടെ. എനിക്ക് മനസ്സുണ്ട്, നിനക്ക് സൗഖ്യം വരട്ടെ. എനിക്ക് മനസ്സുണ്ട്, നിന്റെ എല്ലാ പ്രശ്നങ്ങളും അകലട്ടെ. എനിക്ക് മനസ്സുണ്ട്, നിന്റെ സകല പാപബന്ധനങ്ങളിൽ നിന്നും സൗഖ്യമാകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയിൽ പൂർണ്ണമായി വിശ്വസിക്കുക. കുഷ്ഠരോഗി യേശുവിന്റെ അടുത്തേക്ക് സകല പ്രതിസന്ധികളെയും വിട്ടിട്ട് നടന്നു നീങ്ങുന്നു. കുഷ്ഠരോഗി നടന്നു നീങ്ങിക്കൊണ്ട് പറയുന്നു, ഈശോയേ, അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കാൻ കഴിയും. നമ്മുടെ എല്ലാ രോഗങ്ങളിലും യേശു ഇടപെടട്ടെ. യേശുവിന്റെ അത്ഭുതകരമായ ശക്തി ഒഴുക്കിക്കൊണ്ട് നമ്മളെ പുതിയ സൃഷ്ടിയാക്കുന്നതിനാണ് ഈശോ വന്നത്. ഈശോ വന്നത് നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്യാൻ മാത്രമല്ല, നമ്മളെ പുനരുജ്ജീവനത്തിന്റെയും നവീകരണത്തിന്റെയും സ്ഥാനത്തിലൂടെ നമ്മളെ പുതിയ സൃഷ്ടിയാക്കുന്നതിനാണ് ഈശോ വന്നിരിക്കുന്നത്.
നമ്മളെ പുതിയ സൃഷ്ടിയാക്കുന്നതിനാണ്. കുഷ്ഠരോഗി തൽക്ഷണം പുതിയ സൃഷ്ടിയായി മാറിയ പോലെ ഞങ്ങൾ ഓരോരുത്തരുടെയും ജീവിതത്തിലുള്ള എല്ലാ രോഗങ്ങളും കഷ്ടതകളും അകലട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ്. ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ്. കർത്താവ് നമ്മുടെ ഹൃദയത്തിൽ തന്നെ വസിക്കുന്നു. ആ കുഷ്ഠരോഗിയെ സുഖപ്പെടുത്തിയ കർത്താവ് ഇപ്പോൾ നമ്മോടൊപ്പമുണ്ട്. ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ്. നീതിമാന്റെ പ്രാർത്ഥന കർത്താവ് തിരസ്കരിക്കുകയില്ല. കർത്താവ് നീതിമാനാകുന്നു, നീതിമാനാകുന്നു, കർത്താവ് നീതിമാനാകുന്നു. അങ്ങ് മാത്രമാണ് നീതി നടത്തി തരുന്നവൻ. നമുക്ക് ഈ സങ്കീർത്തന ഭാഗം പാടിക്കൊണ്ട് 34-ാം സങ്കീർത്തനത്തിന്റെ അവസാന ഭാഗം പാടിക്കൊണ്ട് നമുക്ക് കർത്താവിനെ ആഘോഷത്തോടെ സ്തുതിക്കാം. നീതിമാന്മാർ സഹായത്തിന് നിലവിളിക്കുമ്പോൾ കർത്താവ് കേൾക്കുന്നു. അവരെ സകലവിധ കഷ്ടതകളിലും നിന്ന് രക്ഷിക്കുന്നു. ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ്. മനമുരുങ്ങിയവരെ അവിടുന്ന് രക്ഷിക്കുന്നു. നീതിമാന്റെ ക്ലേശങ്ങൾ അസംഖ്യമാണ്. അവയിൽ നിന്നെല്ലാം കർത്താവ് അവരെ മോചിപ്പിക്കുന്നു. അവന്റെ അസ്ഥികളെ കർത്താവ് കാത്തു സൂക്ഷിക്കുന്നു. അവയിലൊന്നുപോലും തകർക്കപ്പെടുകയില്ല. അവയിലൊന്നുപോലും തകർക്കപ്പെടുകയില്ല. ദുഷ്ടരെ സംഹരിക്കും. നീതിമാന്മാരെ ദ്വേഷിക്കുന്നവർക്ക് ശിക്ഷാവിധിയുണ്ടാകും. കർത്താവ് തന്റെ ദാസരുടെ ജീവനെ രക്ഷിക്കുന്നു. അവിടുത്തെ ശരണം പ്രാപിക്കുന്നവർ ശിക്ഷയ്ക്ക് വിധിക്കപ്പെടുകയില്ല. കർത്താവിനെ ഞാൻ എന്നും പുകഴ്ത്തും. അവിടുത്തെ സ്തുതികൾ എപ്പോഴും എൻ്റെ അധരങ്ങളിലുണ്ടായിരിക്കും. കർത്താവിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു. പീഡിതർ കേട്ടാനന്ദിക്കട്ടെ. എന്നോടൊത്ത് കർത്താവിനെ മഹത്വപ്പെടുത്തുവിൻ. വരുവിൻ, നമുക്ക് കർത്താവിനെ മഹത്വപ്പെടുത്തി സ്തുതിച്ച് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ, ഞങ്ങളുടെ ജീവിതത്തെ മാത്രമല്ല ലോകമെമ്പാടുമുള്ള അനേകർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ലോകമെമ്പാടുമുള്ള അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ശലോം ടെലിവിഷനിലൂടെ ജനകോടികളിലേക്ക് അങ്ങയുടെ ഈ ശക്തി ഒഴുകട്ടെ. അങ്ങയുടെ ഈ പ്രസാദപരം ഒഴുകട്ടെ. അങ്ങ് സകലത്തെയും നവീകരിക്കുന്നതിനും പുതിയ സൃഷ്ടിയാക്കുന്നതിനും വേണ്ടിയാണ് വന്നത്. പ്രപഞ്ചം മുഴുവനെയും അങ്ങ് പുതിയതാക്കും. പ്രപഞ്ചം മുഴുവനെയും അങ്ങ് പുതിയതാക്കും. സകലത്തെയും നവീകരിക്കുകയും പുനരുജ്ജീവിപ്പിക്കുകയും ചെയ്യുന്നതിലൂടെ ഞങ്ങൾ ഓരോരുത്തരിലുമുള്ള മാറാൻ രോഗങ്ങൾ മാറ്റും. ഞങ്ങളുടെ മാറാൻ രോഗങ്ങൾ മാറ്റും. ഞങ്ങളുടെ കുടുംബത്തിലെ കഷ്ടതകളും ബുദ്ധിമുട്ടുകളും ഞങ്ങളുടെ മക്കളുടെ പ്രശ്നങ്ങളും ഞങ്ങളുടെ ഉത്തരം മുത്തിയിട്ടുള്ള പ്രശ്നങ്ങളെല്ലാം അങ്ങ് അകറ്റുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. കർത്താവേ, യേശുവിന്റെ നാമത്തിൽ കുഷ്ഠരോഗങ്ങൾ സൗഖ്യമാകട്ടെ. വെള്ളപ്പാണ്ട് സൗഖ്യമാകട്ടെ. തളർന്ന കരങ്ങൾ സൗഖ്യമാകട്ടെ. ഹൃദയ രോഗങ്ങൾ സൗഖ്യമാകട്ടെ. മാനസിക രോഗങ്ങൾ സൗഖ്യമാകട്ടെ. മാനസിക രോഗങ്ങൾ സൗഖ്യമാകട്ടെ. മാനസിക രോഗങ്ങൾ സൗഖ്യമാകട്ടെ. എല്ലാവരും സ്തുതിച്ച് പ്രാർത്ഥിക്കുക. എല്ലാ തരത്തിലുള്ള കുടുംബ പ്രശ്നങ്ങളും കർത്താവെടുത്ത് മാറ്റും. മാറാൻ രോഗങ്ങൾ മാത്രമല്ല, നമുക്ക് ഉത്തരം മുട്ടി നിൽക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കർത്താവ് ഈശോ മിശിഹ മാത്രമാണ്. നമ്മുടെ കുടുംബ പ്രശ്നങ്ങൾക്ക് പരിഹാരം കർത്താവ് ഈശോ മിശിഹ. നമ്മുടെ കുടുംബ പ്രശ്നങ്ങളെല്ലാം ഏറ്റെടുക്കുന്ന കർത്താവ് ഇതാ നമ്മോട് കൂടെ ഉണ്ട്. അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ, അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ, അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ കർത്താവ് അരുളി ചെയ്യുന്നു, എനിക്ക് മനസ്സുണ്ട്. നീ ആഗ്രഹിക്കുന്നത് പോലെ സംഭവിക്കട്ടെ. നിനക്ക് സംഭവിക്കട്ടെ.
സംഭവിക്കട്ടെ. നിന്റെ കുടുംബത്തിൽ നിന്ന് സമാധാനം ഉണ്ടാകട്ടെ. നിന്റെ മാറാ രോഗം മാറട്ടെ. നിന്റെ പ്രയാസങ്ങൾക്ക് അറുതി വരട്ടെ. നിന്റെ കടബാധ്യത മാറട്ടെ. നിന്റെ കുഞ്ഞുങ്ങൾക്ക് വിവാഹം നടക്കട്ടെ. കുഞ്ഞുങ്ങളില്ലാത്തവർക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാകട്ടെ. വിവാഹം നടക്കാത്തവർ വിവാഹം നടക്കട്ടെ. ജോലി ഇല്ലാത്തവർക്ക് ജോലി കിട്ടട്ടെ. ദൈവവിളിയുള്ളവരുടെ ദൈവവിളി ഉണ്ടാകട്ടെ. ഇപ്പോൾ പൂർണ്ണ സൗഖ്യമുണ്ടാകട്ടെ. പൂർണ്ണ സൗഖ്യമുണ്ടാകട്ടെ. പൂർണ്ണ സൗഖ്യമുണ്ടാകട്ടെ. ഗർഭപാത്ര സംബന്ധമായ അസുഖങ്ങൾ മാറട്ടെ. ഗർഭിണിയാകാൻ തടസ്സമുള്ളവർ ഗർഭിണിയാകട്ടെ. കുഞ്ഞുങ്ങൾ ഉണ്ടാകട്ടെ. എനിക്ക് മനസ്സുണ്ട്. എനിക്ക് മനസ്സുണ്ട്. എനിക്ക് മനസ്സുണ്ട്. നിനക്ക് ശുദ്ധി വരട്ടെ. നീ അനുഗ്രഹമാകട്ടെ. നീ അനുഗ്രഹമാകട്ടെ. നീ അനുഗ്രഹമാകട്ടെ. ഈശോയേ നന്ദി. ഈശോയേ ഞാൻ ലോകത്തിന്റെ പ്രകാശമാകുന്നു. ഞാൻ ലോകത്തിന്റെ പ്രകാശമാകുന്നു. അന്ധകാരത്തിൽ നിന്ന് പ്രകാശമുണ്ടാകട്ടെ എന്നരുളി ചെയ്ത ദൈവമാണ്. ദൈവത്തിന് അന്ധകാരം പോലും അന്ധകാരമല്ല. ദൈവം പ്രകാശമാണ്. അങ്ങേക്ക് അന്ധകാരം പോലും അന്ധകാരമല്ല. അങ്ങ് സകലത്തിൻ്റെയും ദാതാവാണ്. അങ്ങ് പ്രകാശം മാത്രമാണ്. അങ്ങ് സകലത്തെയും പ്രകാശിപ്പിക്കുന്നു. അങ്ങ് നീതിമാനാണ്. അങ്ങ് മാത്രമാണ് നീതിമാൻ. അങ്ങ് മാത്രമാണ് സകലത്തെയും നീതീകരിക്കുന്നവൻ. അങ്ങ് എല്ലാവരെയും നീതീകരിക്കാനാണ് വന്നത്. അങ്ങ് എല്ലാവർക്കും വേണ്ടി ജീവൻ കൊടുത്തുകൊണ്ട് തൻ്റെ ജീവൻ നൽകിക്കൊണ്ട് അവരെ രക്ഷിക്കുകയും നീതീകരിക്കുകയും ചെയ്യുന്നു. ഓ അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധി വരുത്തണമേ. ഞങ്ങൾ ഓരോരുത്തരും ഹൃദയം തുറന്ന് ഹൃദയം നുറുങ്ങി പ്രാർത്ഥിക്കുന്നു. ഈശോയെ ഞങ്ങൾ അങ്ങയുടെ വചനത്തിൽ ആശ്രയിക്കുന്നു. എനിക്ക് മനസ്സുണ്ട്. നിനക്ക് ശുദ്ധി വരട്ടെ. ഞങ്ങൾ വിശ്വസിക്കുന്നു. എനിക്ക് മനസ്സുണ്ട് കർത്താവേ. നീ കുഷ്ഠരോഗിയോട് പറഞ്ഞതുപോലെ ഞങ്ങൾ ഓരോരുത്തരോടും പറയും, നീ പക്ഷപാതം കാണിക്കില്ല. എനിക്ക് മനസ്സുണ്ട്. എനിക്ക് മനസ്സുണ്ട്. നന്ദി ഈശോയേ. നന്ദി ഈശോയേ. നമുക്ക് മുട്ടുകുത്താം. സ്വർഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകുമൊരപ്പം നീ മർത്യനു മുക്തി പകർന്നരുളും നിത്യമഹോന്നതമപ്പം നീ നിത്യമഹോന്നതമപ്പം നീ സ്വർഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകുമൊരപ്പം നീ മർത്യനു മുക്തി പകർന്നരുളും നിത്യമഹോന്നതമപ്പം നീ നിത്യമഹോന്നതമപ്പം നീ. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി സകലേശാ ദിവ്യ കടാക്ഷം തൂഗണമേ വത്സലസുതരിൽ നിർമ്മലരായി ജീവിച്ചിടുവാൻ